ചേട്ടാ എങ്ങനെ കാറും ആ ലുക്കിലേക്ക് തന്നെ ആക്കിയതാണോ ശരിക്കും? അതെ അതെ. എത്ര രൂപ ചിലവ് വന്ന് കാർ ഇങ്ങനെ ആക്കാൻ വേണ്ടി? ഫീച്ചർ വർക്ക് അത്യാവശ്യം ഉണ്ടുണ്ട്. ആ ചേട്ടാ എന്താ ചെയ്യണേ? ഇതല്ല, ഞാൻ അഭിനയമാണ് മെയിൻ ഉണ്ടായിരുന്നത്. ഞാൻ റീൽസ് ഒരു ബോച്ചയുടെ റീൽസ് ചെയ്തപ്പോൾ അതാണ് കൂടുതൽ വൈറലായി. പിന്നെ സിനിമകളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ആൽബംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടിയത് ഈ ഒരു ഒറ്റ വീഡിയോ ചെയ്തിട്ടപ്പോഴാണ്. 3 മില്യൺ വ്യൂസ് എൻ്റെ ഫേസ്ബുക്കിൽ ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് ബോച്ച ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ ഡാൻസും എൻ്റെ ഡാൻസും വെച്ചിട്ട് പുള്ളി അത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എനർജി കിട്ടി. അങ്ങനെയാണ് പിന്നെ ഇത് സ്റ്റിക്കർ ചെയ്യാന്നുള്ള രീതിയിലേക്ക് നമ്മൾ വന്നത്. ശരിക്കും ചേട്ടൻ എന്താ വിളിക്കണ ആ നാട്ടിലൊക്കെ? നിഷാദ് കല്ലിങ് അല്ല, മോച്ച. ഇപ്പോൾ ബോച്ചെന്ന് വിളിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഞാൻ മോച്ച എന്നുള്ള പഠിച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ബോച്ചെന്നാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ നന്നായിട്ടുണ്ട്. വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഏകദേശം ആളുകളെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ആരാണെന്ന് അറിയുന്നവർക്ക് അറിയും, അല്ലാത്തവർക്ക് അറിയത്തില്ല. ഈ പുഷ്പണം വന്നാണോ? അതെ. എങ്ങനെയുണ്ടായിരുന്നു പുഷ്പ? പ്രതീക്ഷിച്ച അത്ര പോരാന്നാണ് ഞാൻ റിവ്യൂ കൊടുത്തിട്ടുള്ളത്. അതിനേക്കാളും വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ആളുകൾ കളിയാക്കും അങ്ങനെയൊക്കെ ചെയ്യാറില്ല? അതൊന്നുമില്ല. അത് നമുക്ക് കളിയാക്കലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറയാം, ഈ ലുക്ക് മെയിൻ ഇപ്പോൾ വെള്ളമൊക്കെ ഇട്ട് പുറത്തൊക്കെ വരാന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ പലർക്കും. അപ്പോൾ അതിനെങ്ങനെ ആളുകളെ ഫേസ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. 10 വർഷമായിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കുറേ അഭിനയ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഒരാൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ആരാണ് എന്താണെന്നുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ വരുമെങ്കിലും പക്ഷെ നമ്മൾ ഒരാളോട് പറയണം. ഷെയറിറ്റ് സാധനം കൊണ്ട് ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴെങ്കിലും അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള നല്ല നല്ല റീൽസ് വേറെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വേറെ ആളുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ചെറുതായിട്ട് മിമിക്രി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആളുകളുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും കാണിക്കാൻ മിമിക്രിയാണ്. മിമിക്രി ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ മധുസാർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളുടെ നമ്മൾ സാർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മകൾ രാജലക്ഷ്മിയുമായി നിനക്കെന്താ ബന്ധം? പ്രേമമെന്നും മണ്ണാങ്കട്ടയുമെന്നും പറഞ്ഞ് അവളുടെ പിറകിൽ നടന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവളെ വേണ്ടതായില്ലടാ, അല്ലടാ പട്ടി. അങ്ങനെ ഒരുവിധ ആളുകളൊക്കെ ചെയ്യും. ഈ മിമിക്രി ഇത്രയും വർഷം കൂടെ ഞാനിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വെറുതെ ഇങ്ങോട്ട് വരുന്ന ഒരു പ്ലാൻ ചെയ്തപ്പോൾ ആറാട്ടെണ്ണനെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. അത് പഠിച്ചിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ട്രൈ ചെയ്താണ്. അപ്പം അതിൻ്റെ അടുത്തുകൂടി പോകുന്നുണ്ട്. ഇനി ഒന്ന് ട്രൈ ചെയ്താലേ കിട്ടും. വളരെ എൻറ്റർടൈനറാണ്, ഫുൾ ക്ലീൻഷിയാണ്, മസാല മൂവിയാണ്. നിത്യമനുഷ്യത്തിൽ എനിക്ക് പറയാനുള്ളതാ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇത്രയും വർഷം മിമിക്രി കുറെ നല്ല കാര്യം ചെയ്തു. അപ്പൊ ശരിക്കും പ്രച്ഛന്നവേഷമാണ് ആളുകൾക്ക് എത്തി. ആളുകൾക്ക് അത് മതി എന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ കുറച്ച് ചെയ്യാന്നുള്ളൊക്കെ തീരുമാനിച്ചു. തിയേറ്ററിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പുഷ്പ ഇറങ്ങുന്നുണ്ട്, നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് വരാൻ പറ്റുമോ എന്ന് വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സ്വീകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലായിടത്തേക്ക് എത്തിയോ? ഒരുപാട് ചാനലുകൾ നമ്മൾ ബൈറ്റെടുത്തിട്ടുണ്ട്. ശരി ശരി, താങ്ക് ഓക്കെ. പിന്നെ അതുപോലെ എന്താ പറയുക, നമ്മളൊരു ജീപ്പിലാണ് ചെയ്തിരുന്നത്. ജീപ്പിൻ്റെ മുകളിൽ ചാടി കയറുക, അതുപോലെ ഇറങ്ങുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ല.